നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ശനിയാഴ്ച. ഇന്ന് ഇന്ത്യയുടെ 80ാമത് ഇൻഡിപെൻഡൻസ് ഡേ ആണ്. എല്ലാ പ്രേക്ഷകർക്കും ഇൻഡിപെൻഡൻസ് ഡേ ആശംസകൾ നേരുകയാണ്. അതോടൊപ്പം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. രാജ്യത്ത് ഉടൻ നടക്കാനിരിക്കുന്ന പുതിയ ജനസംഖ്യാ കണക്കെടുപ്പ് സെൻസസ് നടപടികൾക്ക് 40 ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന ഔദ്യോഗിക ചോദ്യാവലി കേന്ദ്ര സർക്കാർ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ നടക്കുന്ന 8ാമത് സെൻസസ് ആയിട്ടുള്ള ഇതിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ജാതി വിവരങ്ങൾ ശേഖരിക്കുന്നുവെന്ന പ്രത്യേകതയുമുണ്ട്. ഇതിന് പുറമെ ആധാർ, വോട്ടർ ID, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയ വിവിധ തിരിച്ചറിയൽ രേഖകളുടെയൊക്കെ തന്നെ വിവരങ്ങളും, കോവിഡ് വാക്സിനേഷൻ എടുത്ത സ്ഥലം, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, ഡിജിറ്റൽ സുരക്ഷ എന്നിവയും ജനങ്ങളിൽ നിന്ന് നേരിട്ട് ചോദിച്ചറിയും. 1948 സെൻസസ് നിയമവും 1990 സെൻസസ് ചട്ടങ്ങളും അനുസരിച്ച് നിയന്ത്രിക്കപ്പെടുന്ന ഈ വൻ വിവരശേഖരണ പ്രക്രിയയ്ക്കായിട്ട് 61,282 എന്യൂമറേറ്റർമാരെയും 1,889 സൂപ്പർവൈസർമാരെയുമാണ് രാജ്യത്തുടനീളം നിയോഗിച്ചിട്ടുള്ളത്. ഓരോ ഗ്രാമത്തിലും വാർഡ് തലത്തിലും ജനങ്ങളുടെ ഭവന സൗകര്യങ്ങൾ, വിദ്യാഭ്യാസ നിലവാരം, സാമ്പത്തിക പ്രവർത്തനങ്ങൾ, കുടിയേറ്റം, മറ്റ് ജനസംഖ്യാപരമായിട്ടുള്ള വിവരങ്ങൾ എന്നിവ വ്യക്തമായി മനസ്സിലാക്കി സമഗ്രമായിട്ടുള്ള ഒരു ഡാറ്റാബേസ് തയ്യാറാക്കുകയാണ് ഇതിലൂടെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. മുൻപ് 1ാം ഘട്ടം വിജയകരമായിട്ട് പൂർത്തിയായ സെൻസസിൻ്റെ ഓഗസ്റ്റ് 17-ന് ആരംഭിക്കുന്ന 2ാം ഘട്ടത്തിന് മുന്നോടിയായാണ് സർക്കാർ ഇപ്പോൾ വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് രാജ്യത്തെ പൊതുപ്രദേശങ്ങളിലെ സെൻസസ് റഫറൻസ് തീയതി 2027 മാർച്ച് 1 നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും മഞ്ഞ് മൂടിയ പ്രദേശങ്ങളായിട്ടുള്ള ലഡാക്ക്, ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ 2026 ഒക്ടോബർ 1 ആയിരിക്കും റഫറൻസ് തീയതി. കൂടാതെ കേരളത്തിലാകട്ടെ 2027 ഫെബ്രുവരിയിലായിരിക്കും ഈ വിവരശേഖരണം പൂർണ്ണമായിട്ട് നടക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ഡ്രൈവിംഗ് ലൈസൻസുകളുടെ കാലാവധിയിലുണ്ടായ മാറ്റങ്ങൾ പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ MVD മുന്നറിയിപ്പ് നൽകുകയാണ്. 2019 മോട്ടോർ വാഹന നിയമ ഭേദഗതിക്ക് ശേഷമാണ് ലൈസൻസ് കാലാവധി നിശ്ചയിക്കുന്നതിൽ വലിയ മാറ്റങ്ങളൊക്കെ തന്നെ വന്നത്. ഈ ഭേദഗതിക്ക് മുൻപ് സാധാരണ വാഹനങ്ങളുടെ, അതായത് നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെയൊക്കെ തന്നെ ലൈസൻസ് കാലാവധി പരമാവധി 20 വർഷം അല്ലെങ്കിൽ വ്യക്തിക്ക് 50 വയസ്സ് തികയുന്നത് വരെയായിരുന്നു. അതിനുശേഷം ഓരോ 5 വർഷം കൂടുമ്പോഴാണ് ലൈസൻസ് പുതുക്കേണ്ടിയിരുന്നത്. എന്നാൽ 2019 ശേഷം എടുത്തതോ പുതുക്കിയതോ ആയിട്ടുള്ള ലൈസൻസുകൾക്ക് പ്രായപരിധി അടിസ്ഥാനമാക്കിയാണ് പുതിയ കാലാവധി നിശ്ചയിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് 30 വയസ്സിൽ താഴെയുള്ളപ്പോൾ എടുക്കുന്ന ലൈസൻസുകൾക്ക് ആ വ്യക്തിക്ക് 40 വയസ്സ് തികയുന്നത് വരെ കാലാവധി ഉണ്ടാകും. ഉദാഹരണത്തിന് 18ാം വയസ്സിൽ ലൈസൻസ് നേടുന്ന ഒരാൾ അത് പിന്നീട് പുതുക്കേണ്ടത് 40ാം വയസ്സിലാണ്. 30 മുതൽ 50 വയസ്സ് വരെയുള്ള പ്രായത്തിലാണ് ലൈസൻസ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ കാലാവധി 10 വർഷമായിരിക്കും. അതായത് 31ാം വയസ്സിൽ ലൈസൻസ് നേടുന്നയാൾ 41ാം വയസ്സിലാണ് അത് പുതുക്കേണ്ടത്. ഇനി 50 മുതൽ 55 വയസ്സ് വരെയുള്ള സമയത്താണ് ലൈസൻസ് എടുക്കുന്നതെങ്കിൽ 60 വയസ്സാകുന്നത് വരെ മാത്രമായിരിക്കും കാലാവധി. ഉദാഹരണത്തിന് 54ാം വയസ്സിൽ ലൈസൻസ് നേടുന്ന വ്യക്തിക്ക് 6 വർഷത്തെ കാലാവധിയാണ് ലഭിക്കുക. 55 വയസ്സിന് മുകളിലുള്ളവർക്ക് ഓരോ 5 വർഷം കൂടുമ്പോഴും ലൈസൻസ് പുതുക്കണം. ഇതോടൊപ്പം മീഡിയം, ഹെവി അതായത് ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെയൊക്കെ തന്നെ ലൈസൻസ് കാലാവധി 2019 മുൻപ് 3 വർഷമായിരുന്നത് ഭേദഗതിക്ക് ശേഷം 5 വർഷമായിട്ട് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. നമ്മുടെ സംസ്ഥാനത്തെ ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള വിവിധ വികസന ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്തൃ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പഞ്ചായത്തുകളിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി ഓരോ വാർഡിലും ഗ്രാമസഭകൾ വിളിച്ചു ചേർത്ത് നിലവിലുള്ള ഗുണഭോക്തൃ പട്ടിക പുനഃപരിശോധിക്കുകയും പുതിയ അർഹരെയൊക്കെ തന്നെ കണ്ടെത്തുകയും ചെയ്യുന്നു. താല്പര്യമുള്ളവർ വാർഡ് മെമ്പർമാർ വഴിയോ പഞ്ചായത്ത് ഓഫീസിൽ നിന്നോ ലഭിക്കുന്ന അപേക്ഷാ ഫോമുകൾ കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ അടച്ച രസീതിൻ്റെയോ കാർഡിൻ്റെയോ പകർപ്പ് നിർബന്ധമായിട്ടും ഉള്ളടക്കം ചെയ്തിരിക്കണം എന്നുമുണ്ട്. വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, വീട്ടമ്മമാർ, ജൈവ കർഷകർ എന്നിവർക്ക് പ്രത്യേക പരിഗണന നൽകുന്ന നിരവധി പദ്ധതികളാണ് ഇതിലൂടെ നടപ്പിലാക്കുന്നത്. പിന്നാക്ക വിഭാഗക്കാർക്കുള്ള വീട് പുനരുദ്ധാരണ സഹായം, ഭിന്നശേഷിക്കാർക്ക് 3 ചക്ര സ്കൂട്ടറുകളും അതുപോലെ തന്നെ സഹായ ഉപകരണങ്ങളും, വിദ്യാർത്ഥികൾക്കുള്ള വിവിധ സ്കോളർഷിപ്പുകൾ തുടങ്ങിയ ഒട്ടനവധി ആനുകൂല്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതിനാൽ വരും ദിവസങ്ങളിൽ നടക്കുന്ന ഗ്രാമസഭകളിൽ കൃത്യമായിട്ട് പങ്കെടുത്തുകൊണ്ട് ആവശ്യമായ രേഖകൾ സഹിതം അപേക്ഷ നൽകി ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യങ്ങളൊക്കെ തന്നെ എല്ലാവരും ഉറപ്പുവരുത്തുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. നമ്മുടെ സംസ്ഥാനത്തെ കരകൗശല മേഖലയിലൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന OBC വിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾക്ക് പുതിയ
പണിയായുധങ്ങളൊക്കെ തന്നെ വാങ്ങുന്നതിനായിട്ട് സർക്കാർ സാമ്പത്തിക ധനസഹായം നൽകുന്നുണ്ട്. ഈ പദ്ധതിയിലൂടെ പരമാവധി 20,000 രൂപ വരെ ഗ്രാൻഡായിട്ട് ലഭിക്കും. തുക ഒരുമിച്ച് നൽകുന്നതിന് പകരം 2 ഗഡുക്കളായിട്ടാണ് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് അനുവദിക്കുക. ഈ തൊഴിൽ മേഖലയിൽ മുൻപരിചയമുള്ളവർക്കും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കുമാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതിൽ പ്രധാനമായിട്ടും മുൻഗണന നൽകുന്നത്. ഇതിലേക്കുള്ള അപേക്ഷകൾ പൂർണ്ണമായിട്ടും ഓൺലൈൻ വഴിയാണ് സമർപ്പിക്കേണ്ടത്. അതിനാൽ തന്നെ അപേക്ഷകർക്ക് നിലവിൽ സജീവമായിട്ടുള്ള ഒരു മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ്. കൂടാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഉപകരണങ്ങളുടെ കാര്യത്തിൽ സർക്കാരിൻ്റെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. BIS അംഗീകാരമുള്ളതോ ഗുണനിലവാരമുള്ളതോ തൊഴിൽ ആയുധങ്ങൾ മാത്രമേ ഈ തുക ഉപയോഗിച്ച് വാങ്ങാൻ പാടുള്ളൂ എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. താല്പര്യമുള്ള അർഹരായിട്ടുള്ള വ്യക്തികൾ 2026 ഓഗസ്റ്റ് 31 മുൻപായി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷകളൊക്കെ തന്നെ സമർപ്പിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. നമ്മുടെ സംസ്ഥാനത്ത് ഈ ഓണക്കാലത്ത് വിതരണം ചെയ്യുന്ന സൗജന്യവും സ്പെഷ്യൽ ഡിസ്കൗണ്ടുള്ളതുമായിട്ടുള്ള വിവിധ ഓണക്കിറ്റുകളെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പറയാൻ പോകുന്നത്. ഇത്തവണ മൊത്തം 5 തരം കിറ്റുകളാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇതിൽ സൗജന്യ ഓണക്കിറ്റിൻ്റെ വിതരണം റേഷൻ കടകൾ വഴിയാണ് നടക്കുന്നത്. അതിപ്പോൾ വിവിധ മേഖലകളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾ, AY കാർഡ് ഉടമകൾക്ക്, അതുപോലെ തന്നെ ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും അത് 4 പേർക്ക് വീതം ഒരു കിറ്റ് എന്ന തോതിൽ തികച്ചും സൗജന്യമായിട്ട് ലഭിക്കുന്ന ഈ ഓണക്കിറ്റിൽ തുണിസഞ്ചി ഉൾപ്പെടെ 854 രൂപ വിലമതിക്കുന്ന 16 ഇനങ്ങളാണ് ഉള്ളത്. അതേസമയം സൗജന്യ കിറ്റിന് അർഹതയില്ലാത്ത മറ്റ് റേഷൻ കാർഡ് ഉടമകൾക്കും അതോടൊപ്പം തന്നെ കാർഡ് ഇല്ലാത്തവർക്കും വേണ്ടിയിട്ട് സപ്ലൈകോ വഴി വിൽക്കുന്ന 4 സ്പെഷ്യൽ കിറ്റുകളും സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ ആദ്യത്തേത് ശബരി മസാലകളും അതോടൊപ്പം തന്നെ ഫുഡ് പ്രൊഡക്ട്സും ഉൾപ്പെടുന്ന 9 ഇനങ്ങളടങ്ങിയ ശബരി സിഗ്നേച്ചർ കിറ്റ്. ഇതാകട്ടെ 375 രൂപയുടെ ഉൽപ്പന്നങ്ങൾ അടങ്ങിയ ഈ ഒരു മിനി കിറ്റ് 299 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇത് രണ്ടാമത്തേത് 21 ഇനങ്ങളടങ്ങിയ അത്തം കിറ്റാണ്. 1280 രൂപ വില വരുന്ന ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ 1000 രൂപയ്ക്ക് ഇതിലൂടെ ലഭിക്കും. മൂന്നാമത്തേത് 25 ഇനങ്ങളടങ്ങിയ ഉത്രാടം കിറ്റാണ്. 1880 രൂപ വില വരുന്ന സാധനങ്ങൾ 1500 രൂപയ്ക്കാണ് സപ്ലൈകോ ഇതിലൂടെ വിൽക്കുന്നത്. നാലാമത്തേത് 30 ഇനങ്ങൾ ഉൾപ്പെടുന്ന വലിയ തിരുവോണം മെഗാ കിറ്റാണ്. 2550 രൂപ വിലമതിക്കുന്ന ഉൽപ്പന്നങ്ങൾ 2000 രൂപയ്ക്ക് ഈ ഒരു കിറ്റിലൂടെ വാങ്ങാൻ സാധിക്കും. റേഷൻ കാർഡ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എത്ര വേണമെങ്കിലും വാങ്ങാവുന്നതും മറ്റുള്ളവർക്ക് സമ്മാനമായിട്ട് നൽകാവുന്നതുമായിട്ടുള്ള ഈ ഒരു സ്പെഷ്യൽ കിറ്റുകൾക്ക് പുറമെയായിട്ട് വെളിച്ചെണ്ണ, പഞ്ചസാര, പയർവർഗ്ഗങ്ങൾ തുടങ്ങിയ സബ്സിഡി ഉൽപ്പന്നങ്ങളും മറ്റ് ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെയൊക്കെ തന്നെ കോംബോ ഓഫറുകളും സപ്ലൈകോയിൽ ലഭ്യമായതിനാൽ തന്നെ എല്ലാവരും ഈ ഒരു നല്ല അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷനും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷനും ഒക്കെ തന്നെ വാങ്ങുന്നവർ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമതായിട്ട് നിലവിൽ വാർഷിക മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സെപ്റ്റംബർ 30-നകം തന്നെ ഇത് പൂർത്തിയാക്കേണ്ടതുണ്ട്. കിടപ്പ് രോഗികൾക്ക് ഹോം മസ്റ്ററിംഗ് സൗകര്യമുള്ളതിനാൽ തന്നെ അവരുടെ പേര്, അതോടൊപ്പം തന്നെ മേൽവിലാസം, ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ എന്നിവയൊക്കെ സഹിതം അക്ഷയ കേന്ദ്രങ്ങളിലോ നിങ്ങളുടെ വാർഡ് മെമ്പറെയോ കൃത്യമായി കാര്യങ്ങൾ അറിയിച്ചാൽ മതിയാകും. രണ്ടാമതായിട്ട് ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം അത് ബാങ്ക് അക്കൗണ്ടുകൾ വഴി മാത്രമാക്കിക്കൊണ്ട് സർക്കാരിൻ്റെ ഉത്തരവ് വന്നിട്ടുണ്ടെങ്കിലും അത് ഉടൻ പ്രാബല്യത്തിൽ വരില്ല. എല്ലാവർക്കും ആവശ്യത്തിന് ഇളവുകളും അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടൊക്കെ തന്നെ ഓപ്പൺ ചെയ്യുന്നതിന് സാവകാശം നൽകിയ ശേഷമായിരിക്കും ഇത് പൂർണ്ണമായിട്ട് നടപ്പിലാക്കുക. അതിനാൽ തന്നെ ഈ ഓണക്കാലത്തും തുടർന്നുള്ള വരും മാസങ്ങളിലും നേരിട്ടുമൊക്കെ തന്നെ നമുക്ക് ബാങ്ക് അക്കൗണ്ടുകൾ വഴിയും ധനസഹായമൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. മൂന്നാമതായിട്ട് ഈ ഓണക്കാലത്ത് അതും സെപ്റ്റംബർ മാസത്തെ അഡ്വാൻസ് ഉൾപ്പെടെ 2 ഗഡു പെൻഷൻ വിതരണം ചെയ്യാൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും തീവ്രമായിട്ടുള്ള ശ്രമങ്ങളും ആലോചനകളും ഒക്കെ തന്നെ നടക്കുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങളോ വിതരണ തീയതിയോ നിലവിൽ സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും അടുത്ത ആഴ്ചയോടെ തന്നെ നമുക്ക് മാത്രമേ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഒരു വ്യക്തത വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ അന്തിമ ഉത്തരവ് വന്നതിന് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ നമുക്ക് നൽകാൻ സാധിക്കൂ. നിലവിൽ 1 ഗഡു 2000 രൂപ എന്ന രീതിയിൽ തന്നെയാണ് വിതരണത്തിനുള്ള അറിയിപ്പുകളൊക്കെ തന്നെ പുറത്തു വരുന്നതെങ്കിൽ പോലും ഇതോടൊപ്പം തന്നെ പ്രവാസി ക്ഷേമനിധി ബോർഡ് അതോടൊപ്പം തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് തന്നെ ദീർഘകാല കുടിശ്ശികകളൊക്കെ തന്നെ തീർപ്പാക്കാനുള്ള അനുകൂല നടപടികളും സർക്കാർ തലത്തിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ ഈ തുക അത് അക്കൗണ്ടുകളിലേക്ക് എത്തിക്കാനുള്ള സജീവമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും ഉത്തരവ് വൈകുന്ന പക്ഷം കുറഞ്ഞത് 1 ഗഡു തുകയെങ്കിലും ഓഗസ്റ്റ് 25-ന് മുൻപായി തന്നെ ഉറപ്പായിട്ടും ലഭ്യമാക്കുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് രാവിലെ കുറവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവിലയിൽ വൈകിട്ട് ഒറ്റക്കുതിപ്പ്. ഇന്നലെ വെള്ളിയാഴ്ച ഓഗസ്റ്റ് 14-ാം തീയതി രാവിലെ 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 65 രൂപ കുറഞ്ഞ് 14,015 രൂപയിലും പവന് 520 രൂപ കുറഞ്ഞ് 1,12,120 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. എന്നാൽ വൈകിട്ട് 22 കാരറ്റ് 1 ഗ്രാം സ്വർണ്ണത്തിന് 140 രൂപയാണ് വർദ്ധിച്ചത്. പവൻ വിലയിൽ 1,120 രൂപയുടെ വർധനവും രേഖപ്പെടുത്തി. ഇതോടെ 22 കാരറ്റ് 1 ഗ്രാം സ്വർണ്ണത്തിന് 14,155 രൂപയും പവന് 1,13,240 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതോടൊപ്പം കമൻറ്റിലും നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ
എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.